എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്ന വിശുദ്ധമായ റമദാൻ ഒരു അതിഥിയെ പോലെ കടന്നു വന്നു. ഒരു അതിഥിയെ പോലെ കടന്നു വന്നു. ഒരു മാസക്കാലം 28 ദിവസമായിട്ട് എന്റെയും നിങ്ങളുടെയും കൂടെ റമദാൻ എന്ന് പറയുന്ന അതിഥിയുണ്ട്. ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് നമ്മളിൽ നിന്ന് സ്വലാം പറഞ്ഞു മടങ്ങുകയാ. നമ്മളിൽ നിന്ന് സ്വലാം പറഞ്ഞു മടങ്ങുകയാ. മുത്തുനബി അവിടെ നിന്ന് പറയുന്ന സ്വഹാബ, ഈ പരിശുദ്ധമായ റമദാൻ ഉണ്ടല്ലോ, നമ്മൾ നിന്ന് വിട പറഞ്ഞുകൊണ്ട് പടച്ചറപ്പിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, അള്ളാഹുവിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമദാനിനോട് അവിടെ നിന്ന് ചോദിക്കുകയാ, എന്റെ അടിമ നിന്നെ എങ്ങനെയാണ് സ്വീകരിച്ചത്? അവര് നിന്നെ ആദരിച്ചോ? അവര് നിന്നെ ബഹുമാനിച്ചോ? നിനക്ക് തരേണ്ട സ്ഥാനങ്ങൾ നൽകിയോ? നിനക്ക് വല്ല മഹത്വം നൽകിയോ? പരിശുദ്ധമായ റമദാനിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമ്പോൾ റമദാൻ പറയുന്നു, യാ റബ്ബി അൻസലനി ഫി അശ്റഫിൽ മവാദിഅ മിൻ നഫ്സി വവദഅ അലാ മാഇദത്തി സ്വലാത്തി വത്തറാവീഹ് വകാമ യഖ്ദിമുനി. പരിശുദ്ധമായ റമദാൻ മാസം അല്ലാഹുവിനോട് പറയുകയാണ്, അല്ലാഹുവേ, ഞാൻ അവരുടെ മുന്നിലേക്ക് കടന്നു ചെന്നപ്പോ എനിക്ക് വല്ലാത്ത സ്വീകരണമായിരുന്നു നമ്പുരാന്. എനിക്ക് വല്ലാത്ത സ്വീകരണമായിരുന്നു. അവരെന്നെ സ്നേഹിച്ചു പടച്ചവന്, അവരെന്നെ സ്വീകരിച്ചു പടച്ചവന്. അവരെനിക്ക് ഏറ്റവും അഭികാമ്യമായ സ്ഥലമാണ് തന്നത്. അവരുടെ ഹൃദയത്തിന്റെ അകത്ത്, അവരുടെ ഹൃദയത്തിന്റെ അകത്താണ് എനിക്ക് സ്ഥാനം നൽകിയത്. അല്ലാ, അവര് ഞാൻ കടന്നു ചെന്നപ്പോ അവര് നമസ്കരിച്ചു തമ്പുരാന്, അവര് തറാവീഹ് നിസ്കരിച്ചു തമ്പുരാന്, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് പടച്ചവന്. എന്നിട്ട് റമദാൻ പറയുകയാണ്, അല്ലാഹുവേ, ഹറാമ് കാണുന്നത് ഒഴിവാക്കി, ഹറാമ് പറയുന്നത് ഒഴിവാക്കി, ഹറാമ് കേൾക്കുന്നത് ഒഴിവാക്കി, എല്ലാ ദുശീലങ്ങളും അവര് മാറ്റിവെച്ചു. എന്നിട്ട് അവരെന്നെ ആദരിച്ചു. അല്ലാ, അവരെന്നെ സ്വീകരിച്ചു. അല്ലാ, അവരെനിക്ക് മഹത്വം നൽകിയല്ലാ. പടച്ചവനെ, അല്ലാഹുവിനോട് പരിശുദ്ധമായ റമദാൻ പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെന്ന് പറയുകയാണ്, അൽയൗമ ഉൻസിലു ഫീ മഖഅദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ. അല്ലാഹു അവിടെന്ന് പരിശുദ്ധമായ റമദാനിനോട് അല്ലാഹു പറയുകയാണ്, നിന്നെ ആദരിച്ചവരുണ്ടല്ലോ, നിന്നെ ബഹുമാനിച്ചവരുണ്ടല്ലോ, നിനക്ക് സ്ഥാനം നൽകിയവരുണ്ടല്ലോ, അവർക്ക് കൊടുക്കേണ്ട സ്ഥാനം ഞാൻ കൊടുക്കുമെന്ന് പടച്ചറപ്പ് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, റമദാൻ വിട പറയുകയാണ്. അതാ വീട്ടിലേക്ക് കടന്നു വന്ന ഒരതിഥി തിരിച്ചു പോകുമ്പോ ഇനി കാണാമെന്ന് പറഞ്ഞിട്ട് പോകുന്നത് പോലെ പരിശുദ്ധമായ റമദാൻ മാസം ദിവസങ്ങൾ കഴിയുമ്പോൾ പിരിഞ്ഞു പോവുകയാണ്, മടങ്ങി പോവുകയാണ്. റമദാൻ കാണാമെന്ന് പറഞ്ഞിട്ടാ പോകുന്നത്, ഇനി കാണാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റമദാൻ നമ്മളെ മറക്കൂല. വിശുദ്ധമായ റമദാൻ നമ്മളെ മറക്കൂല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു, സഹാബ, നാളെ പടച്ചറപ്പിന്റെ കോടതിയില് അതാ എല്ലാവരും അല്ലാഹുവിന്റെ കോടതിയിൽ ഒരുമിച്ച് നിൽക്കുമ്പോ അതാ ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്. അവിടെന്ന് ഒരു മനുഷ്യനെ കടന്നു വരികയാണ്. ആ ചെറുപ്പക്കാരനെ കാണുമ്പോ മഹ്ശറയിൽ നിന്നുകൊണ്ട് ജനങ്ങൾ ചോദിക്കുന്നു, അല്ലാ, ഫയഖൂലൂന നബിയ്യുൻ അം റസൂലുൻ അം മലക്കുൻ. പടച്ചവനെയാ വരുന്നത് ഏതെങ്കിലും നബിയാണോ, ഏതെങ്കിലും റസൂലാണോ, ഏതെങ്കിലും മലക്കുകളാണോ? അല്ലാഹുവേ, വല്ലാതെ മുഖം പ്രകാശിച്ചിരിക്കുകയാണ്. വല്ലാതെ സൗന്ദര്യമുള്ള മുഖം പ്രകാശിക്കുന്ന രീതിയില് പുഞ്ചിരിച്ചു കൊണ്ടൊരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്. എല്ലാവരും ചോദിക്കുന്നു, റബ്ബേ, ആരാണല്ലോ, ആരാണല്ലോ? അത് വിശുദ്ധമായ റമദാനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. പരിശുദ്ധമായ റമദാൻ മാസം നമ്മൾ നിന്ന് പിരിഞ്ഞു പോകുമ്പോ അവിടെ നിന്ന് സ്വലാം പറഞ്ഞിട്ട് കാണാമെന്ന് പറഞ്ഞിട്ടാ പോകുന്നേ.
ഇനി കാണാമെന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും വിശുദ്ധമായ റമദാനിന് നിറകണ്ണുകളോടെ യാത്രയാക്കുമ്പോൾ ആ പരിശുദ്ധമായ റമദാൻ എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ മുന്നിലേക്ക് മടങ്ങി ചെല്ലുമ്പോ അള്ളാഹു ചോദിക്കും, നിന്നവരെങ്ങനെ സ്വീകരിച്ചു, നിന്നെ ആദരിച്ചോ, നിനക്ക് സ്ഥാനം നൽകിയോ, നിനക്ക് മഹത്വം നൽകിയോ? പരിശുദ്ധമായ റമദാൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കും, പടച്ചവനെ, ഞാൻ ചെന്നപ്പോൾ അവരുടെ ഹൃദയത്തിൽ എനിക്കൊരു സ്ഥാനം തന്നു തമ്പുരാനെ, അവരൊരുപാട് എനിക്ക് മഹത്വം നൽകി, എന്നെ അവരാദരിച്ചു, എനിക്ക് ഖിദ്മത്ത് ചെയ്തു, അവർ നിസ്കരിച്ചു, തറാവീഹ് നിസ്കരിച്ചു, സദഖകൾ കൊടുത്തു, ഖുർആൻ ഓതി, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തു, എല്ലാ ദുശീലങ്ങളും അവർ മാറ്റിവെച്ചു. അവസാനം ഞാൻ പിരിഞ്ഞപ്പോ അവർ നിറകണ്ണുകളോടെയാണ് എന്നെ യാത്രയാക്കിയത്. എന്റെ